ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഈസി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു ഒറിഗാമി പേപ്പർ പാറ്റ്. അപ്പോൾ അതിനായിട്ട് ബ്ലാക്ക് കളറിൽ 21 സെൻറ്റിമീറ്റർ അളവിൽ സ്ക്വയർ ഷേപ്പിലുള്ളൊരു പേപ്പർ എടുക്കുക. എന്നിട്ട് അത് കോർണർ ടു കോർണർ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെയും ഹാഫായിട്ട് മടക്കുക. ഇനി അതിന് മുകളിൽ നിന്ന് താഴോട്ട് സെൻറ്ററിലേക്കായിട്ട് ഇതേ രീതിയിൽ മടക്കി കൊടുക്കുക. മടക്കി കഴിയുമ്പോൾ അതിൻ്റെ ഹാഫായിട്ട് മുകളിലേക്ക് മടക്കി കൊടുക്കുക. മടക്കിയ ഭാഗം നിവർത്തി കൊടുക്കുമ്പോൾ നമുക്കൊരു ലൈൻ പോലെ വീണിട്ടുണ്ടായിരിക്കും. അപ്പോൾ താഴേന്ന് ആ ലൈനിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം പേപ്പറിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുക. മുകളിൽ നിന്ന് താഴെ വരെ 3 ലൈനായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ താഴേന്ന് മുകളിലെ ആ ഫസ്റ്റത്തെ ലൈൻ വരെ ഇതേ രീതിയിൽ മടക്കി കൊടുക്കുക. അതിന് തൊട്ട് മുകളിലായിട്ട് ബാക്കിയുള്ള ആ ട്രയാങ്കിൾ പോർഷൻ മടക്കി എടുക്കുക. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ട് ഇതേ രീതിയിൽ മടക്കി എടുക്കുക ഒരിക്കൽ കൂടി. ഇനി ചെയ്യേണ്ടത് 2 സൈഡിൽ നിന്നും സെൻറ്ററിലേക്കായിട്ട് മടക്കിയെടുക്കാം. ഇനി നമ്മൾ മടക്കിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുക. അതിനുശേഷം 2 സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് ഒരിക്കൽ കൂടി മടക്കി കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇനി ചെയ്യേണ്ടത് 2 സൈഡിൽ നിന്നും ഇതേപോലെ പേപ്പർ ഒന്ന് നിവർത്തി കൊടുക്കുക. അതിനുശേഷം സെൻറ്ററിൽ ഫസ്റ്റ് നമ്മൾ നേരത്തെ മടക്കിയതിൻ്റെ ഒരു ലൈൻ പോലെ വന്നിട്ടുണ്ടായിരിക്കും. അതിൽ ആ കറക്റ്റ് ലൈനിൻ്റെ മുകളിൽ കൂടെ ഉള്ളിലേക്കായിട്ട് മുകളിൽ നിന്ന് ഇതേ രീതിയിൽ മടക്കി എടുക്കാം. മടക്കി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സൈഡിൽ നിന്ന് സെൻറ്ററിലേക്കായിട്ട് മടക്കി കൊടുക്കുക. അതേ രീതിയിൽ തന്നെ മടക്കാം. ഇനിയുള്ള സ്റ്റെപ്പ് പറയുമ്പോൾ കൺഫ്യൂഷൻ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ ആവുന്നവരെ വീഡിയോ മാത്രം ശ്രദ്ധിച്ചിട്ട് സൈഡുകളും ചിറക് പോലെ മടക്കിയെടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ സൈഡ് ആദ്യം ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് ഹാഫായിട്ട് മടക്കി കൊടുക്കുക. മടക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുക. ഇനി അത് അങ്ങനെ തന്നെ വയ്ക്കുക. എന്നിട്ട് ബാക്കിയുള്ള പേപ്പർ നമ്മളിപ്പോൾ മടക്കിയതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ മടക്കിയതിൻ്റെ ഈക്വൽ ഹാഫായിട്ട് പുറത്തേക്ക് ഒരിക്കൽ കൂടി ആ പേപ്പർ മടക്കി കൊടുക്കുക. അടുത്ത സൈഡും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. വീഡിയോയിൽ നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പറയുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ആകുന്നുള്ളവർക്ക് വീഡിയോ മാത്രം ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. ഇനി നമ്മൾ നേരത്തെ സെൻറ്ററിൽ മടക്കി കൊടുത്ത ആ പോർഷൻ്റെ താഴെ നിന്ന് മുകളിലേക്കായിട്ട് ചെറിയൊരു രീതിയിൽ മടക്കിയെടുക്കാം. അതിനുശേഷം പേപ്പർ നമ്മൾ മടക്കിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ട് പിടിക്കാം. ഇനി നമുക്കിതിലേക്ക് 2 കണ്ണുകൾ കൂടി വരച്ചു കൊടുക്കാം. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.